ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവ ശബ്ദത്തിന് മുമ്പിൽ വീണ്ടും ആയിരിക്കാൻ സ്വർഗത്തിലെ ദൈവം നമ്മളെ ഇടയാക്കിയതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ജെനസിസ് ചാപ്റ്റർ 4, ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായവും 4-ാം അധ്യായവും തമ്മിൽ ചില കാര്യങ്ങൾ നമുക്ക് താരതമ്യപ്പെടുത്തി നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയും. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ ആദമും ഹവ്വയും തോട്ടത്തിനകത്താണ്. അധ്യായം തുടങ്ങുമ്പോൾ ആഡം ആൻഡ് ഈവ് ഇൻ ദ ഗാർഡൻ. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിൽ നമുക്ക് ആദമിൻ്റെയും ഹവ്വയുടെയും സന്തതികളായ കയീനും ഹാബേലും, കെയിൻ ആൻഡ് ഏബൽ were born outside the garden. തോട്ടത്തിന് പുറത്ത് ജനിപ്പിക്കപ്പെടുന്നത് നമുക്ക് കാണാൻ കഴിയും. 3-ാം അധ്യായത്തിൽ ആഡം ആൻഡ് ഈവ് were innocent and Satan spoke to Eve openly and made them to sin. They have started in innocence and fallen into sin. അതിൻ്റെ അകത്ത് പിശാച് നേരിട്ട് ഹവ്വയോട് സംസാരിച്ച് അവരെ ആ ഒരു പാപത്തിലേക്ക് വീഴിക്കുകയാണ്. ബട്ട് ഇൻ ചാപ്റ്റർ 4, Cain and Abel, they are already sinners. They are born sinners. And Satan tempted Cain in a hidden way. അവിടെ ഡയറക്റ്റ് ഒരു സംസാരമുണ്ടായി കയീനെ കൊണ്ട് പാപം ചെയ്യിക്കുകയല്ല. ആ ഇന്നസെൻസിലിരുന്നപ്പോൾ അവരെ കൊണ്ട് പാപം ചെയ്യിപ്പിച്ചത് ഒരു ഡയറക്റ്റ് കോൺവെർസേഷനിലൂടെ ആയിരുന്നെങ്കിൽ, ഇവിടെ അവൻ്റെ സോൾ ലെവലിൽ ഒരു കോപമുണ്ടാക്കി, അസൂയ ഉണ്ടാക്കി, അങ്ങനെ ഓൾറെഡി പാപിയാണ്, പക്ഷെ വീണ്ടും ആ പാപം ചെയ്യിപ്പിക്കുകയാണ് അവനെ കൊണ്ട്. Genesis chapter 3-ൽ they disobeyed God by eating the forbidden fruit. കഴിക്കരുത് എന്ന് പറഞ്ഞ ആ ഫലം അവരെ കൊണ്ട് ഭക്ഷിപ്പിച്ച്, അങ്ങനെയാണ് ആ അനുസരണക്കേടിലൂടെയാണ് അവർ പാപം ചെയ്യുന്നത്. എന്നാൽ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്, 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്, we can see a threefold sin. അവിടെ ഒരു ഡിസൊബീഡിയൻസ് എന്ന് പറയുന്ന ഒരു പാപം മാത്രമേ സംഭവിച്ചുള്ളെങ്കിൽ 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ എണ്ണം വർദ്ധിക്കുകയാണ്. ഫസ്റ്റ് തിങ് ഈസ് he brought an unacceptable sacrifice. ദൈവത്തിന് പ്രസാദിക്കുവാൻ കഴിയാത്ത ഒരു വഴിപാട് കൊണ്ടുവന്നു. സെക്കൻഡ് തിങ്, he was filled with anger and jealousy. അവൻ്റെ ഉള്ളിൽ കോപവും അസൂയയും ഒക്കെ കൊണ്ട് അവൻ നിറഞ്ഞു. തേർഡ് തിങ് ഈസ് he killed his own brother. A murder is happening. ഒരു കുലപാതകം അവിടെ നടക്കുകയാണ്. അപ്പോൾ 3-ാം അധ്യായത്തിൽ നിന്ന് 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ മനുഷ്യൻ്റെ വീഴ്ച എത്ര ആഴത്തിലോട്ട് പോകുന്നു എന്നോർക്കുക. പാപത്തിൽ നിന്ന് വീണ്ടും പാപത്തിലേക്ക് മനുഷ്യൻ പോവുകയാണ്. 3-ാം അധ്യായത്തിലും 4-ാം അധ്യായത്തിലും കോമൺ ആയിട്ട് കാണുന്ന ഒരു കാര്യം, God is seeking out for Adam and Eve
ഹിയർ ഹീ സീക്കിംഗ് ഔട്ട് ഫോർ കെയിൻ. അവിടെ മനുഷ്യ നീ എവിടെയാണ് എന്ന് പറഞ്ഞ് ആദമിൻ്റെ ഹവയുടെയും അടുക്കിലേക്ക് ഇറങ്ങി വരുന്ന ഒരു ദൈവത്തെ കാണാനായിട്ട് കഴിയുന്നു. അറ്റ് ദ സെയിം ടൈം ഹീ ഇൻട്രോഗേറ്റ്സ് ദം അൺടിൽ ദേ അഡ്മിറ്റ് ദെയർ ഗിൽറ്റ്. അവരോട് സംസാരിച്ച് അവരുടെ പാപം, അവർ ചെയ്ത തെറ്റ് അവർ സമ്മതിക്കുന്നത് വരെ ദൈവം അവരോട് ഇടപെടുകയാണ്. ഇവിടെയും കായിനോടും ദൈവം അതേ കാര്യം, God is using the same tool to Cain to confess his sin. അവൻ്റെ പാപത്തെ ഒന്ന് ഏറ്റു പറയുവാനായിട്ട് ദൈവം അവനോട് ശ്രമിക്കുകയാണ്. നോക്കിക്കേ, 6-ാം വാക്യത്തിൽ, അപ്പോൾ യഹോവ കയീനോട്, നീ കോപിക്കുന്ന എന്തിന്, നിന്റെ മുഖം വാടുന്ന എന്തിന്, നീ നന്മ ചെയ്യുന്നുവെങ്കിൽ നിനക്ക് നന്മ ചെയ്യുന്നുവെങ്കിൽ പ്രസാദമുണ്ടാകുകയില്ലയോ, നീ നന്മ ചെയ്യുന്നില്ലെങ്കിൽ പാപം വാതിൽക്കൽ കിടപ്പുണ്ട്, അതിൻ്റെ ആഗ്രഹം നിന്നോടാണ്. സോ ഡോണ്ട് ഫോൾ ഇൻ ടു സിൻ മോർ. വാൺ ചെയ്യുകയാണ്, പാപം ചെയ്യരുത്, പാപം വാതിൽക്കൽ കിടപ്പുണ്ട്, അതിൻ്റെ ആഗ്രഹം നിന്നോടാണ് എന്ന് പറഞ്ഞ് പാപത്തിലേക്ക് നീ വീണു പോകരുത്. Cain could have confessed. He could have said, God, I'm filled with anger, I'm filled with jealousy, but instead of doing that, the bitterness which he had in him, അവൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ആ കയ്പ്, അത് പകയായിട്ടും വിദ്വേഷമായിട്ടും അല്ലെങ്കിൽ ഒരു കുലപാതകത്തിലേക്ക് വരെ കൊണ്ടുവന്നെത്തത്തക്ക വിധത്തിൽ അതവൻ്റെ ഉള്ളിൽ വളരാൻ അവൻ അനുവദിക്കുകയാണ്. വേഗത്തിൽ ദൈവത്തിൻ്റെ മുമ്പിൽ കവണ് വീണ് എനിക്ക് കഴിയുന്നില്ല, എൻ്റെ ഉള്ളിൽ ഇങ്ങനത്തെയൊക്കെ ഫീലിങ്സ് ആണ് എന്ന് പറഞ്ഞ് ദൈവത്തോട് അടുത്തിയെല്ലാമായിരുന്നു. കാരണം ദൈവം തന്നെ വാൺ ചെയ്യുന്നുണ്ട്, See, the sin is at the door. അത് പാപം നിന്റെ വാതിൽക്കലുണ്ട്, അത് അകത്തേക്ക് കയറാനായിട്ട് നീ അനുവദിക്കരുത് എന്നുള്ള കാര്യം ദൈവം പറയുമ്പോൾ Cain was not willing to confess his sin. Okay. Then ഈ ചാപ്റ്റർ 3 നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അവരവരുടെ പാപം ഏറ്റു പറഞ്ഞു, അവർക്ക് ശാപം കൊടുക്കുന്നു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നെങ്കിൽ പോലും അവർക്ക് ദൈവം കൊടുത്ത ഒരു കുഞ്ഞാടിനെ അറുത്ത് അവർക്ക് കൊടുത്ത ആ വസ്ത്രം അവർ അക്സെപ്റ്റ് ചെയ്ത് അവർ ആ തോട്ടത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നൊരു അനുഭവമാണ്. പക്ഷേ ഇവിടെ അതിലേക്കൊന്നും, ആ ദൈവത്തിൻ്റെ ആ സൊല്യൂഷനിലേക്ക് ഒന്ന് കയറാൻ തയ്യാറല്ലാതെ തൻ്റേതായിട്ടുള്ള ആ ഒരു രീതിയിലേക്ക് താൻ വീണ്ടും വീണ്ടും പോകുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയും. മൂന്നാം അധ്യായത്തിലേക്ക് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ earth is cursed as a result of Adam's sin. ആദമിൻ്റെ പാപനിമിത്തം ഭൂമി ശപിക്കപ്പെടുന്നത് നമുക്ക് കാണാൻ കഴിയും. പക്ഷേ 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ earth is no longer is ready to yield its fruit or it in its increase for Cain. കുറച്ചുകൂടെ ആ ഭൂമി വീണ്ടും ശാപഗ്രസ്തമാകുന്ന ഒരു അനുഭവമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ നീ നിന്റെ വിയർപ്പോടെ ഭക്ഷിക്കുമെന്നും നീ അധ്വാനിക്കണമെന്നുമൊക്കെ ആദമിനോട് പറയുമ്പോൾ ഇവിടേക്ക് വരുമ്പോൾ വാസ്തവമായിട്ടും ആ കൈൻ്റെ അധ്വാനത്തിന് ഇരട്ടി അധ്വാനം ചെയ്യേണ്ടുന്ന ഒരു അനുഭവത്തിലേക്ക് ഭൂമി വീണ്ടും താഴേക്ക് പോവുകയാണ്. ശാപത്തിൻ്റെ അടിയിലേക്ക് വീണ്ടും പോകുന്നതാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്.
ഈ 3-ാം അധ്യായത്തിലേക്ക് നാം ശ്രദ്ധിക്കുമ്പോൾ ഞാൻ മുമ്പേ ഓർമ്മിപ്പിച്ചതുപോലെ we can see a coat of skin to coat of the skin of an animal to cover their sin. ഇവരുടെ പാപത്തെ മറയ്ക്കുവാൻ തക്കവണ്ണം, അല്ലെങ്കിൽ അവർക്ക് നഷ്ടപ്പെട്ട ആ മഹത്വത്തിന് പകരം, ആ ഗ്ലോറിക്ക് പകരം ഒരു ആട്ടും തോൽ കൊണ്ടുള്ള ഒരു വസ്ത്രം ഇവർക്ക് കിട്ടുകയാണ്. അപ്പോൾ ഈ വസ്ത്രം ഉടുത്ത് നിൽക്കുന്ന മനുഷ്യനെ കാണുമ്പോൾ, ഈ തോൽ കൊണ്ടുള്ള വസ്ത്രം ഉടുത്ത് നിൽക്കുന്ന മനുഷ്യനെ കാണുമ്പോൾ, that shows that he is a sinner. He was a sinner. അവൻ പാപം ചെയ്തു. അവൻ്റെ പാപത്തിൻ്റെ നിമിത്തമാണ് അവൻ ആ ഒരു അടയാളം അവന് കിട്ടുന്നത്. പക്ഷേ 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവൻ കയീന് ദൈവം ഒരു അടയാളം കൊടുക്കുകയാണ്. ഗോഡ് ഈസ് ഗിവിങ് verse 15, chapter 4 verse 15. God is giving Cain a mark. We don't know what kind of mark. എന്തടയാളമാണ് കൊടുത്തതെന്ന് നമുക്കറിയത്തില്ല. പക്ഷെ ഒരടയാളം കൊടുക്കുകയാണ്. ആ അടയാളം കാണുമ്പോഴെല്ലാം മറ്റുള്ള മനുഷ്യർക്ക് മനസ്സിലാവും, എ മാർക്ക് ടു പ്രൊട്ടക്റ്റ് കെയിൻ. അടയാളം കാണുമ്പോൾ മനസ്സിലാവും ഹി ഈസ് എ സിന്നർ, ബട്ട് അറ്റ് ദ സെയിം ടൈം ഇവനെ കൊന്നാൽ, ഇവനെ എന്തെങ്കിലും ചെയ്താൽ 7 ഇരട്ടി പകരം കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കും. Now the last difference, the 7th difference is the chapter 3 ends with Adam and Eve expels from the garden. തോട്ടത്തിൽ നിന്ന് അവരെ പുറത്താക്കി കളയുന്ന ഒരു കാര്യം പറഞ്ഞാണ് 3-ാം അധ്യായം അവസാനിക്കുന്നത്. എന്നാൽ ഈ 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ താൻ സ്വയം എക്സ്പെൽഡ് ആവുകയാണ്. ഹി ഈസ് എക്സ്പെല്ലിംഗ് ഹിംസെൽഫ് ഫ്രം ദ പ്രസൻസ് ഓഫ് ഹിസ് പേരൻസ്, ഫ്രം ദ പ്രസൻസ് ഓഫ് ഗോഡ്. verse 16 വായിച്ച്, അങ്ങനെ കയീൻ യഹോവയുടെ സന്നിധിയിൽ നിന്ന് പുറപ്പെട്ട് ഏദന് കിഴക്ക് നോദ് ദേശത്ത് നിന്ന് പാർത്തു. യു നോ ദ മീനിങ് ഓഫ് നോഡ്. ഓക്കെ, നോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ വാക്കിൻ്റെ അർത്ഥം വാണ്ടറർ എന്നാണ്, അല്ലേ? അലഞ്ഞ് തിരിഞ്ഞ് നടക്കുന്ന വ്യക്തികളെയാണ് നമ്മൾ നോട്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ അവനെ തന്നെ അലയാനായിട്ട്, ആസ് എ വാണ്ടറർ, he made himself as a wanderer. അവനെ അലയുന്ന ഒരുവനായി അവൻ തന്നെ ആക്കി തീർക്കുകയാണ്. അവിടെ വായിക്കാൻ കഴിയുന്നത് and Cain went out from the presence of the Lord എന്നാണ് വായിക്കാൻ കഴിയുന്നത്. അപ്പോൾ ആദമും ഹവ്വയും they were expelled out of the garden, but still they were in the presence of God. But now Cain is expelling himself from the presence of God. കയീൻ അവനെ തന്നെ ദൈവ സാന്നിധ്യത്തിൽ നിന്ന്, ദൈവിക ആ ഒരു അനുഭവത്തിൽ നിന്ന് പുറത്താക്കുന്നതാണ് നമുക്ക് ഈ അധ്യായത്തിൽ കാണാനായിട്ട് കഴിയുന്നത്. ഇതിൻ്റെ വേഴ്സ് 1 നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ, and Adam knew Eve his wife and she conceived. So does that mean Adam never knew his wife earlier? അവൻ്റെ ഭാര്യയെ നേരത്തെ അറിയത്തില്ലായിരുന്നു. So in the biblical language, that sentence is given to show the sexual relationship between a man and his wife. അതിനെ കാണിക്കുവാൻ വേണ്ടിയിട്ടാണ്. നമുക്കിത് ഇനിയും താഴോട്ട് പോകുമ്പോൾ വേഴ്സ് 17 ശ്രദ്ധിച്ച് നോക്കിക്കേ, ആൻഡ് കെയിൻ ന്യൂ ഹിസ് വൈഫ്. അപ്പം അവിടെയും നമ്മൾ ഉപയോഗിക്കുന്ന സെൻറ്റൻസ് അങ്ങനെയാണ്. സോ അത് വായിച്ചപ്പോൾ എൻ്റെ ഉള്ളിൽ വന്നൊരു ചിന്ത എന്താണെന്ന് വെച്ചാൽ, see the sexual relationship which God has given in the institution of marriage,
ആ കുടുംബജീവിതത്തിൽ ദൈവം ദാനമായി തന്നിരിക്കുന്ന ആ ഒരു സെക്ഷൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് ടു നോ ഈച്ച് അതർ മോർ ഡീപ്ലി. കുറച്ചുകൂടി ആഴമായി പരസ്പരം അറിയുവാൻ വേണ്ടി ദൈവം തന്നിരിക്കുന്ന ഒരു ടൂളാണത്. സോ ദ സെക്ഷൽ റിലേഷൻഷിപ്പ് ബിഫോർ മാരേജ് ആൻഡ് ഔട്ട് ഓഫ് മാരേജ് ഈസ് എ സിൻ. കാരണം നാം അത്തരമൊരു കാര്യത്തിലേക്ക് പോകുമ്പോൾ നാം അറിയാതെ we are knowing somebody out of our marriage. നമുക്ക് ദൈവം തന്നിരിക്കുന്ന അല്ലെങ്കിൽ തരാൻ പോകുന്ന, before marriage if you get into a sexual relationship, then you are knowing somebody deeply other than whom God is going to give you in your life. നിങ്ങളുടെ ജീവിതത്തിൽ തരാൻ പോകുന്നതും അല്ലെങ്കിൽ തന്നിരിക്കുന്നതുമായ വ്യക്തികളെക്കാൾ ആഴമായി നിങ്ങൾ മറ്റാരെയോ അറിയുകയാണ്. So be very careful, be very, very, very careful. It's not only that you are knowing that person is knowing you more. So that is not allowed by God. ദൈവത്താൽ അനുവദിക്കപ്പെട്ട ഒരു കാര്യമല്ല അത്. So we have to be very careful. So it is not just an act, it is more than an act. ഒരു എന്തോ ഒരു പ്രവൃത്തി എന്നുള്ളതിനേക്കാൾ കുറച്ചുകൂടി ആഴമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് അത് എന്ന് ഓർക്കുക. സ്തോത്രം. സോ ബി വെരി കെയർഫുൾ. നൗ അവിടെ വേഴ്സ് 1 പറയുന്നത്, and Adam knew his wife, she conceived and bare Cain and said, I have got a man from the Lord. എനിക്ക് ദൈവത്തിൽ നിന്ന് ഒരു മനുഷ്യനെ കിട്ടി. I have got a possession. That's the meaning of the word Cain. I have got a possession. ദൈവത്തിൽ നിന്ന് ശ്രേഷ്ഠകരമായ എന്തോ ഒന്ന് ലഭിച്ചു എന്നാണ് ഹവ്വ പറയുന്നത്. ഇത് പറയുമ്പോഴുള്ള ഹവ്വയുടെ മനസ്സ് നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. ബിക്കോസ് ഷീ റിസീവ്ഡ് സംതിങ് ഫ്രം ഗോഡ്, ഈവൻ ദോ ഇറ്റ് വാസ് മിക്സ്ഡ് വിത്ത് കേഴ്സ്, there was a hope given to her before getting expelled from the garden. ദൈവം തോട്ടത്തിൽ നിന്ന് പുറത്താക്കുന്നതിന് മുമ്പ് ഹവ്വയോട് ശാപത്തിൽ കലർത്തപ്പെട്ടാണ് പറഞ്ഞത് എങ്കിൽ പോലും അവൾക്ക് കൊടുത്തിരിക്കുന്ന ഒരു ഹോപ്പ് അതിനകത്തുണ്ട്. എന്താണ് അവൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു ഹോപ്പ്? Verse 15, chapter 3, verse 15. ഞാൻ നിനക്കും സ്ത്രീക്കും, പാമ്പനോടാണ് പറയുന്നത്, ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും മുന്നിൽ ശത്രുത്വം ഉണ്ടാക്കും, അവൻ നിന്റെ തല തകർക്കും, നീ അവന്റെ കുതികാൽ തകർക്കും. അപ്പോ to crush the head of Satan, she is going to bear a son. അവളുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കും. അപ്പോൾ ഈ ഹവ്വയ്ക്ക് ഈ സന്തതിയെ കിട്ടുമ്പോൾ, പ്രത്യേകിച്ച് ഒരു പുരുഷ പ്രജയെ കിട്ടുമ്പോൾ, ഐ ഹാവ് ഗോട്ട് എ പൊസഷൻ ഫ്രം ഗോഡ് എന്ന് അവൾ പറയുമ്പോൾ ഇവളുടെ ഉള്ളിലെ ചിന്ത എന്താണെന്നറിയാമോ? ഐ ഹാവ് ഗോട്ട് എ സീഡ്. എനിക്ക് ശത്രുവിൻ്റെ തലയെ തകർക്കാനുള്ള ഒരുവനെ കിട്ടിയിരിക്കുന്നു എന്നുള്ള ഒരു ചിന്തയാണ് ഇവളുടെ ഉള്ളിൽ. വാസ്തവത്തിൽ സ്ത്രീയിൽ നിന്ന് മാത്രമായിട്ടൊരു സന്തതി വരണം. that is the truth. Okay, let that be there. But being the mother of her firstborn, a boy child,
Eve could have thought, oh, this is the seed. This is the seed which God has given me to crush the enemy's head. ശത്രുവിൻ്റെ തലയെ തകർക്കുവാനായിട്ട് എനിക്ക് ദൈവം തന്നിരിക്കുന്ന എൻ്റെ സീഡാണിത്, എൻ്റെ സന്തതിയാണിത്, എൻ്റെ തലമുറയാണിത് എന്നുള്ള ഒരു ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ് ഹവ്വ അവനെ സ്വീകരിച്ചത് എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. ഓക്കെ, നമ്മളെല്ലാവരും മനുഷ്യരല്ലേ. നമ്മൾ ദൈവത്തിൽ നിന്ന് ഇങ്ങനെ എന്തെങ്കിലും ഒരു പ്രവചനം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾ ജനിക്കുന്നതിന് മുമ്പേ ഒക്കെയുള്ള കാര്യങ്ങൾ കേട്ട് കഴിയുമ്പോൾ നമ്മൾ ആ കുഞ്ഞിനെ ആ ഒരു കണ്ണോടുകൂടി ആയിരിക്കും നിശ്ചയമായിട്ടും കാണുന്നത്, അല്ലേ? പക്ഷേ എത്ര കണ്ണിങ്ങായിട്ട് സേറ്റൻ ആ സീഡിനെ ഡിഫൈൽ ചെയ്ത് കളഞ്ഞു. അവനെ ഒരു വിധത്തിലും ജയിക്കാതെ വണ്ണം ആ മനുഷ്യനെ പാപത്തിൽ നിന്ന് പാപത്തിലേക്ക് തള്ളിയിട്ട് കളഞ്ഞു, ഒരു മഹാപാപിയാക്കി കളഞ്ഞു. അവന്റെ തലയെ തകർക്കുകയല്ല, പകരം ഇവനെ കാൽ വഴുതിച്ച് വീണ്ടും ആഴമായ പാപത്തിൻ്റെ അനുഭവത്തിലേക്ക് ശത്രു തള്ളിയിട്ടു. തള്ളിയിടാൻ തക്കവണ്ണം അവനെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട്. ഇവിടെ കയീനോട് ദൈവം ചോദിക്കുകയാണ്, verse 7, if you do well, നീ നന്നായിരിക്കുന്നു എങ്കിൽ, നീ നന്മ ചെയ്യുന്നു എങ്കിൽ നിന്റെ മുഖം വാടത്തില്ല, നിന്റെ മുഖം വാടേണ്ടി വരത്തില്ല. നീ നന്മ ചെയ്യുന്നു എങ്കിൽ ദൈവത്തിന്റെ പ്രസാദം നിനക്ക് ലഭിക്കും. You will be accepted by God. If you do well, you will be accepted by God. And if you are accepted by God, your countenance will not fall. നിന്റെ മുഖം വാടിപ്പോവുകയില്ല. But if you do not do well, see, God is telling him clearly what exactly is happening there. ദൈവം പറയുകയാണ്, if you so God is giving him or telling him both the options, doing well and doing not well. നീ നന്മ ചെയ്താൽ, നീ നന്മ ചെയ്യാതിരുന്നാൽ. നീ നന്മ ചെയ്യുന്നു എങ്കിൽ, നീ ചെയ്യുന്നത് നന്മയാണെങ്കിൽ നിനക്ക് ദൈവപ്രസാദമുണ്ടാകും, നിന്റെ മുഖം വാടത്തില്ല. പക്ഷെ നീ നന്മ ചെയ്യുന്നില്ല എങ്കിൽ എന്താണ് സംഭവിക്കുവാനായിട്ട് പോകുന്നത്? സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം, the sin is going to have a desire towards you. പാപത്തിന് നിന്നോട് ഒരു വലിയ താല്പര്യം നിന്നിലേക്ക് വരികയാണ്. verse 7, ഓക്കെ, അതിൻ്റെ ആഗ്രഹം നിങ്കലേക്കാകുന്നു, നീ അതിനെ കീഴടക്കണം എന്ന് കൽപ്പിച്ചു. ടെഷുക്ക എന്ന് പറയുന്ന ഒരു വേർഡാണ് ഡിസയർ, ആഗ്രഹം എന്നതിനൂടെ ഉപയോഗിച്ചിരിക്കുന്നത്. TESHUQAH, ടെഷുക്ക എന്ന് പറയുന്ന ഒരു വാക്ക്. The same word is used in Genesis chapter 3 verse 16. 3-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഇതേ ആഗ്രഹം തന്നെയാണ്, ഇതേ വാക്ക് തന്നെയാണ്. അവിടെ പറയുന്നു, നിന്റെ ആഗ്രഹം നിന്റെ ഭർത്താവിനോടാകും. സോങ് ഓഫ് സോങ്സ് ചാപ്റ്റർ 7 verse 10, ഉത്തമഗീതം 7-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം, അത് വായിക്കുമ്പോഴും അവിടെയും നമുക്ക് ഈ ടെഷുക്ക തന്നെ ഉപയോഗിച്ചിരിക്കുന്നത് കാണാനായിട്ട് കഴിയും. ഈ ആഗ്രഹം എന്ന് പറയുന്ന അല്ലെങ്കിൽ ഡിസയർ എന്ന് പറയുന്ന ആ വാക്കിന്
അതേ വാക്ക് അവിടെയും ഉപയോഗിച്ചിരിക്കുകയാണ്. 7-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം എന്താണ് വായിക്കുന്നത്? മലയാളം ബൈബിളിൽ അത് 11-ാമത്തെ വാക്യമാണ്. ഞാൻ എൻ്റെ പ്രിയനുള്ളവൾ, അവൻ്റെ ആഗ്രഹം എന്നോടാകുന്നു. ഇംഗ്ലീഷ് ബൈബിളിൽ ദാറ്റ് ഈസ് ഇൻ വേഴ്സ് 10. I am my beloved's and his desire is towards me. Hallelujah. Stotram. So, a passionate desire. A desire which will have between two lovers. A desire which will have between a husband and wife. So, that kind of passionate desire. അതാണ് ടെഷുക്ക എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ ആ ഒരു പാഷനേറ്റ് ഡിസയർ ദാറ്റ് ഈസ് ദെയർ ഫ്രം സിൻ. അത്തരത്തിലുള്ള ഭയങ്കര ആകർഷണമുള്ള, പിടിച്ചടക്കാൻ കഴിയുന്ന, ഐ ആം മൈ ബിലവഡ്സ്, ഞാൻ എൻ്റെ പ്രിയനുള്ളവളാണ്, അവൻ്റെ ആഗ്രഹം എന്നോടാണ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആ ആഗ്രഹത്തിൻ്റെ ഡെപ്ത് എന്താണ്. ആ ആഗ്രഹത്തിൻ്റെ ഒരു പ്രത്യേകത നമ്മളോടുള്ള ഒരു ഭയങ്കര ആകർഷണം, എ ഡീപ്പ് അട്രാക്ഷൻ, which is going to, that attraction will overcome our heart. നമ്മുടെ ഹൃദയത്തെ അങ്ങ് കവർന്നെടുക്കാൻ സാധ്യതയുള്ള, നമ്മുടെ ഹൃദയത്തെ കീഴടക്കാൻ സാധ്യതയുള്ള, നമ്മെ ആ ആഗ്രഹം കൊണ്ട് അങ്ങനെ അങ്ങ് പിടിച്ചടക്കാൻ സാധ്യതയുള്ള, നിന്റെ ആഗ്രഹം നിന്റെ ഭർത്താവിനോടാകും, അവൻ നിന്നെ ഭരിക്കും എന്ന് പറഞ്ഞിരിക്കുകയാണ്. അതായത് നിന്റെ ഉള്ളിൽ വരുന്ന ഈ ടെഷുക്ക, ആ പാഷനേറ്റ് ഡിസയർ എന്ത് ചെയ്യും? നിന്റെ ആഗ്രഹം കൊണ്ട് അവനെ നീ അങ്ങ് കവർന്നെടുക്കുന്ന ഒരു അനുഭവം നിനക്കുണ്ടാകും. You will be attracted to him and he will be attracted to you and you will become one. ആ ഒരു passionate desire. I hope you are getting the real meaning of it. Okay, so that is an emotion between a husband and wife or two lovers. അത്തരം ഉള്ള ഒരു ഡിസയർ. അതേ വാക്ക് തന്നെയാണ് ഇവിടെയും ഉപയോഗിച്ചിരിക്കുന്നത്. പാപത്തിന് sin is at the door and its desire is towards you. അപ്പോൾ നിന്നെ കീഴടക്കാൻ ആഗ്രഹിച്ച്, നിന്നെ കവർന്നെടുക്കാൻ ആഗ്രഹിച്ച് വാതിക്കൽ കിടക്കുന്ന ഒരു പാപം അവിടെയുണ്ട് എന്നുള്ളത് ഓർമ്മിപ്പിക്കുകയാണ്. അത്തരത്തിലുള്ള ഒരു പാപം അവിടെയുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. സോ sin is at the door. അപ്പോൾ ഇഫ് യു ഡോണ്ട് ഡു വെൽ, എന്താണ് സംഭവിക്കുന്നത്? നീ നന്മ ചെയ്യുന്നില്ല എങ്കിൽ ദാറ്റ് ഈസ് യുവർ ഡിസിഷൻ വെദർ ടു ഡു ഗുഡ് ഓർ നോട്ട് ടു ഡു ഗുഡ്. അത് നിന്റെ തീരുമാനമാണ്. നിനക്ക് നന്മ ചെയ്യണമോ നന്മ ചെയ്യാതിരിക്കണമോ എന്നുള്ളത് നിന്റെ തീരുമാനമാണ്. നീ തീരുമാനിക്കുകയാണ് ഞാൻ നന്മ മാത്രമേ ചെയ്യൂ എന്ന് നീ തീരുമാനിച്ചാൽ എന്ത് സംഭവിക്കും? You will be accepted by God. ദൈവത്തിൻ്റെ ആ ഒരു പ്രസാദം നിനക്കുണ്ടാകും, നിന്റെ മുഖം വാടത്തില്ല. പക്ഷെ നീ നന്മ ചെയ്യാൻ തീരുമാനിച്ചില്ലെങ്കിൽ പുറത്ത് നിന്നെ കവർന്നെടുക്കുവാനായിട്ട് പാപം വാതിക്കൽ കിടപ്പുണ്ട്. With a strong desire, it is awaiting outside the door. പാപം വാതിൽക്കൽ കിടക്കുകയാണ് കൈനെ. സോ കൺഫെസ്. രണ്ടുപേരും വഴിപാട് കൊണ്ടുവന്നു. ഞാൻ അതിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. അതിൽ രണ്ടുപേരും വഴിപാട് കൊണ്ടുവന്നു. അവിടെ എന്താണ് സംഭവിച്ചത്? എങ്ങനെയായിരിക്കും അവർക്ക് ദൈവം പ്രസാദിച്ചു എന്ന് മനസ്സിലായത് എന്നൊന്നും നമുക്കറിയത്തില്ല. മോസ്റ്റ് പ്രോബബ്ലി നമുക്ക് പിന്നീട് പലയിടങ്ങളിലും കാണാൻ കഴിയുന്നത് പോലെ ദൈവത്തിൻ്റെ തീ ഇറങ്ങി
അതിനെ ദഹിപ്പിച്ചതായിരുന്നിരിക്കണം. ദാറ്റ് വുഡ് ഹാവ് ബീൻ എ സൈൻ ഓഫ് അക്സെപ്റ്റിംഗ് ദ സാക്രിഫൈസ്. ആ വഴിപാടിനെ ദൈവം സ്വീകരിച്ചു എന്നുള്ളതിൻ്റെ തെളിവ് അതായിരുന്നിരിക്കണം എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. കാരണം ഇതിന് പിന്നീടുള്ള പല ഭാഗങ്ങളിലും നമുക്കത് കാണാൻ കഴിയും. ഞാൻ അതിലേക്ക് മടങ്ങി വരാം. അപ്പോൾ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്ന ഒരു നന്മ അതാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. നാം അത് ചെയ്യാതെ പോകുമ്പോൾ ദൈവകോപം നമ്മുടെ മേൽ വരികയല്ല, പകരം പാപം നമ്മളെ കവരുകയാണ് ചെയ്യുന്നത് എന്ന് ഓർക്കുക. സോ how much effort we should be putting into our lives, into our actions to do good. നന്മ ചെയ്യാനായിട്ട് എത്ര എഫേർട്ട് നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്ന് ഒന്ന് ഓർത്ത് നോക്കിക്കും. അങ്ങനെ നന്മ ചെയ്യാനായിട്ടുള്ള ആ ഒരു ആഴമായിട്ടുള്ള ഒരു എഫേർട്ട് നമ്മുടെ ഭാഗത്തുനിന്ന് വന്നില്ല എങ്കിൽ പാപം വാതുക്കൽ തന്നെ കിടപ്പുണ്ട്. വിത്ത് എ സ്ട്രോങ് ഡിസയർ, വിത്ത് എ ടെഷുക. സോ ലെറ്റ് us ബി കെയർഫുൾ. നമുക്കതുകൊണ്ട് വളരെ വളരെ കെയർഫുള്ളായിട്ട് നമുക്ക് ജീവിക്കേണ്ടിയിരിക്കുന്നു. സ്തോത്രം. ഇവിടെ വഴിപാട് കൊണ്ടുവരുവാൻ തീരുമാനിച്ചത് ഇവരുടെ രണ്ടുപേരുടെയും വില്ലാണല്ലേ. ഇവരുടെ രണ്ടുപേരുടെയും ഇഷ്ടത്തിൽ നിന്നും ഇറ്റ് വാസ് their choice. With their power of choice, they have decided to bring a sacrifice. So Cain's self-will, അവൻ്റെ ആ സ്വയത്തിൽ നിന്നാണ് അവൻ ഈ സാക്രിഫൈസ് കൊണ്ടുവന്നത്. Somehow it was a wrong sacrifice. So what happens is God is rejecting his sacrifice. That rejection led Cain to become angry. അവന് കോപം വന്നതായിട്ട് verse 5, കൈനിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചില്ല. ആ രണ്ട് വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, യഹോവ ഹാബേലിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചു. സോ നാം ദൈവസന്നിധിയിൽ കൊണ്ടുവരുന്ന കാര്യങ്ങളുടെ മേൽ ദൈവത്തിന് പ്രസാദം വരുന്നതിന് മുമ്പ് നമ്മുടെ മേലൊരു ദൈവപ്രസാദം ഉണ്ടായിരിക്കണം. അവിടെ വായിക്കാൻ കഴിയുന്നത് that Lord has respect unto Abel and to his offering, and God didn't have respect upon Cain and to his offering. അപ്പോൾ അവരിൽ ഒരു ദൈവപ്രസാദം ഉണ്ടായില്ല. അതാണ് പ്രധാനമായിട്ടും അവരുടെ ആ ഓഫറിങ്ങിൽ പ്രസാദിക്കുവാൻ അല്ലെങ്കിൽ പ്രസാദിക്കാതിരിക്കുവാൻ ഇടയാക്കിയത്. നമുക്കതുകൊണ്ട് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാം, കർത്താവേ, ഹെൽപ്പ് മീ ടു ഹാവ് ദാറ്റ് റെസ്പെക്ട് ഫ്രം യു. അങ്ങ് എന്നിൽ പ്രസാദിക്കുന്ന ഒരു അനുഭവം എനിക്കുണ്ടാകണം. എബ്രായ ലേഖനത്തിലേക്ക് ഒക്കെ പോകുമ്പോൾ വിശ്വാസത്താൽ ഹാബേൽ, അപ്പോൾ എന്തായിരിക്കും ഹീബ്രൂസ് ചാപ്റ്റർ 11 വേഴ്സ് 4 അവിടേക്ക് പോകുമ്പോൾ നമുക്ക് വായിക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്താണ്? വിശ്വാസത്താലാണ് ഹാബേൽ
ദൈവത്തിന് പ്രസാദമുള്ള ഒരു യാഗം കഴിച്ചത്. സോ ഈ 2 വാക്യങ്ങൾ കൂടെ ഒന്ന് ചേർത്ത് വെച്ച് ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. യഹോവ ഹാബേലിലും അവന്റെ വഴിപാടിലും പ്രസാദിച്ചു. 11:4 ഹീബ്രൂസ് 11:4. വിശ്വാസത്താൽ ഹാബേൽ ദൈവത്തിനു കയീനിലും ഉത്തമമായ യാഗം കഴിച്ചു, അതിനാൽ അവന് നീതിമാൻ എന്ന് സാക്ഷ്യം ലഭിച്ചു. ദൈവം അവന്റെ വഴിപാടിന് സാക്ഷ്യം കൽപ്പിച്ചു. മരിച്ച ശേഷവും അവൻ വിശ്വാസത്താൽ സംസാരിച്ചു കൊണ്ടിരുന്നു. ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ ഹീബ്രൂസ് 11:4 നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ വിശ്വാസം എന്ന് പറയുന്ന ഒരു ഘടകം ഹാബേലിന്റെ ഉള്ളിൽ ജീവിതത്തിൽ പ്രകടമായി നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇപ്പൊ ദൈവം എന്തുകൊണ്ടായിരിക്കും ഹാബേലിൽ പ്രസാദിച്ചത്? വഴിപാടിൽ പ്രസാദിച്ചത് അവിടെ നിൽക്കട്ടെ, ഹാബേലിലാണല്ലോ ആദ്യം പ്രസാദം വരേണ്ടത്. എന്തുകൊണ്ടായിരിക്കും ഹാബേലിൽ പ്രസാദിച്ചത്? ഹാബേലിൽ പ്രസാദിക്കാനായിട്ടുള്ള ആദ്യത്തെ കാര്യം ഹിസ് ഫെയ്ത്ത് ഇൻ ഗോഡ്, ദൈവത്തിലുള്ള അവന്റെ വിശ്വാസം. ഹല്ലേലൂയ. ദൈവത്തിലുള്ള അവന്റെ വിശ്വാസം, അതാണ് ആദ്യം പ്രസാദം കൊണ്ടുവന്നത്. ആ ദൈവത്തിലുള്ള വിശ്വാസത്താൽ അവൻ യാഗം കഴിച്ചപ്പോൾ അവനെ ദൈവം നീതിമാനായിട്ട് കൗണ്ട് ചെയ്ത് നമുക്കവിടെ വായിക്കാൻ പറ്റുന്നുണ്ട്. God counted him as a righteous person. So, by faith we are being saved. അങ്ങനെയല്ലേ എഫെസ്യ ലേഖനത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നത്? നാം വിശ്വാസം മൂലമാണ് രക്ഷിക്കപ്പെടുന്നത്. നമ്മുടെ പ്രവർത്തികളല്ല അതിന് കാരണമായി തീരുന്നത്. നാം വിശ്വാസം മൂലം രക്ഷിക്കപ്പെടുമ്പോൾ നമ്മെ ദൈവം നീതിമാന്മാരായി കാണുകയാണ്. സോ faith is the first thing, and through faith we become righteous. And when a righteous person brings an offering to God, God accepts it. അതാണ് അതിൻ്റെ കാരണമെന്ന് പറയുന്നത്. അപ്പോൾ ഹാബേലിൽ ദൈവം പ്രസാദിക്കാനായിട്ടുള്ള കാരണം അവന് ദൈവത്തിലുണ്ടായിരുന്ന വിശ്വാസം. ആ വിശ്വാസത്താൽ അവൻ, റോമാലേഖനം പറയുന്നതുപോലെ, വിശ്വാസത്താലുള്ള നീതീകരണം അവൻ പ്രാപിക്കുകയാണ്. അങ്ങനെ വിശ്വാസത്താൽ നീതീകരണം പ്രാപിച്ച ഒരു വ്യക്തിയിൽ നിന്ന് വരുന്ന ഒരു ഓഫറിങ്ങിൽ ദൈവപ്രസാദം ഉണ്ടാവുന്നു. ദാറ്റ്സ് നാച്ചുറൽ. ദാറ്റ് ഈസ് നാച്ചുറൽ. സോ വിശ്വാസത്താൽ നീതീകരണം പ്രാപിക്കാത്ത ഒരു വ്യക്തി കൊണ്ടുവരുന്ന ഓഫറിങ്, അതിന് എത്ര മനോഹരമായിരുന്നാലും, ഔട്ട്വേർഡ്ലി എത്ര മനോഹരമായിരുന്നാലും, God cannot accept it. എൻ്റെ ഉള്ളിൽ വന്ന ഒരു ചിന്ത ഞാൻ നിങ്ങളോട് പറയുക കേട്ടോ. ഇവരുടെ 2 പേരുടെയും ആ വഴിപാടിനെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. ശ്രദ്ധിച്ചു നോക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് കായീനും ഹാബേലും 2 പേരും വഴിപാട് കൊണ്ടുവരുന്നു. ഈ കായീൻ കൊണ്ടുവരുന്ന ആ വഴിപാട് അവൻ്റെ കൃഷിഫലത്തിൽ നിന്നാണല്ലോ കൊണ്ടുവരുന്നത്. സോ എ ഫ്രൂട്ട് ബാസ്ക്കറ്റ്. ഓക്കെ, ഇറ്റ് മേ ലുക്ക് സോ ബ്യൂട്ടിഫുൾ, ഇസ്ന്റ് ഇറ്റ്? ഒരു ഫ്രൂട്ട് ബാസ്ക്കറ്റ്, അത് നല്ല വെൽ അറേഞ്ച്ഡ് ആയിട്ട് കൊണ്ടുവന്ന് ദൈവസന്നിധിയിൽ കൊണ്ടുവരുമ്പോൾ എന്താണെങ്കിലും ഐ ബിലീവ് ഹി മസ്റ്റ് ഹവ് ബ്രോട്ട് ദ ബെസ്റ്റ് ആയിരുന്നിരിക്കണം കൊണ്ടുവന്നത്. ഓക്കെ, അങ്ങനെയല്ല തനിക്കിഷ്ടം വേണ്ടാത്ത കുറേ കാര്യങ്ങൾ കൊണ്ടുവന്നു അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് ഇവിടെ ഒരു എവിഡൻസും നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയുന്നില്ല. എങ്ങനത്തെ ഫലങ്ങളാണ് കൊണ്ടുവന്നതെന്ന്
അവിടെ വായിക്കാനായിട്ട് നമുക്ക് കഴിയുന്നില്ല. കയീൻ നിലത്തെ അനുഭവത്തിൽ നിന്ന് യഹോവയ്ക്കൊരു വഴിപാട് കൊണ്ടുവന്നു. പക്ഷേ ഹാബേലിനെ കുറിച്ച് പറയുമ്പോൾ ആട്ടിൻകൂട്ടത്തിലെ കടിഞ്ഞൂലിൽ നിന്ന് അവളുടെ മേധസ്സിൽ നിന്ന് തന്നെ ഒരു വഴിപാട് കൊണ്ടുവന്നു എന്നവിടെ എടുത്തു പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു നല്ലൊരു ഫ്രൂട്ട് ബാസ്ക്കറ്റ് ഒരു ഓഫറിംഗ് ആയിട്ട് ഒരു സൈഡിലിരിക്കുന്നു. ഔട്ട്വേർഡ്ലി ഇറ്റ് ലുക്സ് സോ ബ്യൂട്ടിഫുൾ, ബട്ട് ലുക്ക് അറ്റ് ദി അതർ വൺ, ഇറ്റ് ഈസ് സോ ബ്ലഡി, ഇല്ലേ? ഭയങ്കര ബ്ലഡും അറുത്ത് മുറിച്ച് അതിൻ്റെ ഫാറ്റും ഒക്കെ എടുത്തു വെച്ച് ഇറ്റ് ലുക്സ് സോ അഗ്ലി ഇൻ അവർ സൈറ്റ്. നമ്മുടെ കണ്ണിൽ നോക്കുമ്പോൾ ഇതിൽ രണ്ടിൽ ഏതായിരിക്കും കാണാൻ ഭംഗിയുള്ളതും വൃത്തിയുള്ളതും? ഓഫ് കോഴ്സ് ദാറ്റ് ഫ്രൂട്ട് ബാസ്ക്കറ്റ്, നിശ്ചയമായിട്ടും. ബട്ട് God doesn't look at your offering first. He looks at yourself first. അവൻ നമ്മെയാണ് ആദ്യം നോക്കുന്നത്. നമുക്ക് പാടാൻ കഴിവുണ്ടോ? നമ്മൾ കീബോർഡിൻ്റെ റിതം അനുസരിച്ചാണോ പാടുന്നത്? നമ്മൾ ഭയങ്കര വാക്കുകളൊക്കെ ഉപയോഗിച്ചാണോ പ്രാർത്ഥിക്കുന്നത്? അങ്ങനെ കേൾക്കുന്നവർക്കൊക്കെ കോരിത്തരിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു ആരാധനയും പ്രാർത്ഥനയും ഒക്കെയാണോ നാം കഴിക്കുന്നത് എന്നുള്ളതല്ല വിഷയം. ദാറ്റ് മാറ്റേഴ്സ്. I don't say that it doesn't matter. That matters. To have a beautiful worship you need നന്നായിട്ടുള്ള ഒരു പാട്ട്, ചുമ്മാ കലബല എന്നുള്ള ഒരു ഇതല്ല, താളത്തിനനുസരിച്ച് പോകുന്നത്. നമുക്കറിയാം, ചിലരുടെയൊക്കെ അടുത്തിരുന്ന് ആരാധിച്ചാൽ നമ്മുടെ താളം കൂടെ തെറ്റിപ്പോവും, ചാട്ടപ്പാട്ടാന്നങ്ങ് അടിക്കും, നമുക്ക് പാടാനും ഒക്കത്തില്ല, പ്രാർത്ഥിക്കാനും ഒക്കത്തില്ല ഇവരുടെ കയ്യടി നിമിത്തം. നിങ്ങളത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ? ഒത്തിരി എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് ഞാൻ. ഒരു താളവും ഇല്ല. ഓക്കെ, പക്ഷെ അതൊക്കെ വേണ്ട ഒരു കാര്യമാണ്, അല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. വെൽ ഓർഗനൈസ്ഡ് ആയിരിക്കണം, നല്ല പാട്ട് വേണം, നന്നായിട്ട് പ്രാർത്ഥിക്കാൻ കഴിയണം, അതൊക്കെ നല്ല കാര്യമാണ്. പക്ഷേ അത്രമാത്രം അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഫ്രൂട്ട് ബാസ്ക്കറ്റ് പോലെയുള്ള ഒരു കാര്യമാണ് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് എങ്കിൽ പോലും അത്ര മനോഹരമായിട്ട് എല്ലാവരും കൂടെ ചേർന്ന് ഒത്തിരി താളത്തിലൊക്കെ പാടി നല്ല വാക്യങ്ങളൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ച് ഒക്കെ ശരിയാണ്. ബട്ട് ഇഫ് യു doesn't have the favor of God upon you, if you are not a righteous person by faith, if you have not received it, വിശ്വാസത്താലുള്ള ആ നീതീകരണം നീ പ്രാപിക്കാതെ ഇനി എത്ര മനോഹരമായിട്ടുള്ളത് യഥാർത്ഥമായ വീണ്ടും ജനനം, ഹല്ലേലൂയ, കാൽവറിയിലുള്ള ആ കാൽവറി യാഗത്തിലുള്ള യേശു ക്രിസ്തുവിൻ്റെ മരണ പുനരുത്ഥാനത്തിൻ്റെ അനുഭവത്തിലുള്ള ആ വിശ്വാസത്താൽ, യേശു ക്രിസ്തുവിൻ്റെ ആ രക്തത്താലും നാമത്താലും വചനത്താലുമുള്ള നീതീകരണം അകത്ത് പ്രാപിക്കാതെ ഇനി അധരം കൊണ്ട് എത്ര മനോഹരമായിട്ടുള്ളത്, ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം, എത്ര പണം ചിലവാക്കി വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ളത് ദൈവത്തിൻ്റെ സന്നിധിയിൽ കൊണ്ടുവന്ന് സമർപ്പിച്ചാലും, ഹല്ലേലൂയ, സ്തോത്രം, ദൈവത്തിന് അതിൽ പ്രസാദിക്കുവാൻ കഴിയില്ല. കാരണം ആദ്യം ദൈവപ്രസാദം വരേണ്ടത് നിന്റെ മേലാണ്. വിശ്വാസത്താൽ നീതീകരണം പ്രാപിച്ച, ഹല്ലേലൂയ, സ്തോത്രം, ഒരു വ്യക്തിയുടെ മേലാണ് ദൈവപ്രസാദം. അവനിൽ നിന്ന് വരുന്ന ആരാധനയാണ് ദൈവത്തിന് സ്വീകരിക്കുവാൻ കഴിയുന്നത്. ഹല്ലേലൂയ. ദൈവമക്കളെ, നമുക്ക് ഈ ദിവസങ്ങളിൽ ദൈവത്തോട് പ്രാർത്ഥിക്കാം, കർത്താവേ, എന്നിലൊരു പ്രസാദം, എന്നിലൊരു പ്രസാദം. എനിക്ക് ഞാൻ കൊണ്ടുവരുന്ന കാര്യങ്ങളിൽ, ഞാൻ കഴിക്കുന്ന പ്രാർത്ഥനയിൽ, എൻ്റെ ഉപവാസത്തിൽ, ഞാൻ ദൈവസന്നിധിയിൽ കഴിക്കുന്ന ആരാധനയിൽ, ഞാൻ ദൈവസന്നിധിയിൽ കൊണ്ടുവന്ന് കൊടുക്കുന്ന എൻ്റെ മെറ്റീരിയൽ ബ്ലെസ്സിങ്സിനകത്തുനിന്ന് ഞാൻ കൊണ്ടുവന്ന് കൊടുക്കുന്ന കാര്യങ്ങളിലൊക്കെ ദൈവമേ അങ്ങ് എന്നിൽ പ്രസാദിക്കണമെന്നുണ്ടെങ്കിൽ അതിനു മുമ്പ് എൻ്റെ മേലൊരു പ്രസാദം, എൻ്റെ മേലൊരു പ്രസാദം.
അതുണ്ടാകുവാൻ തക്കവണ്ണം ആ വിശ്വാസത്താലുള്ള ആ നീതീകരണം പ്രാപിപ്പാൻ ദൈവമേ സഹായിക്കുമാറാകണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നാം ഈ ദൈവവചനം ഒത്തിരി ആഴമായിട്ടല്ല എങ്കിൽ പോലും നാം പഠിച്ചു പോകുമ്പോൾ ഇതിനകത്തു നിന്ന് നമ്മുടെ ജീവിതത്തിൽ വരേണ്ടുന്ന രൂപാന്തരങ്ങൾ വരുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവേ, എന്നിലും ഞാൻ കൊണ്ടുവരുന്ന വഴിപാടിലും ഒരു പ്രസാദം, എന്നിൽ പ്രസാദമില്ല എങ്കിൽ ഞാൻ എത്ര മനോഹരമായി പ്രാർത്ഥിച്ചാലും, ഞാൻ മറ്റുള്ളവരുടെ മുമ്പിൽ എങ്ങനെയെല്ലാം അഭിനയിച്ചാലും അങ്ങയ്ക്ക് എന്നിൽ പ്രസാദമുണ്ടാകുകയില്ല. അങ്ങനെയാണെങ്കിൽ ആ വഴിപാട് കഴിഞ്ഞങ്ങോട്ട് ഇറങ്ങിപ്പോയപ്പോൾ തന്നെ 5-ാം വാക്യത്തിൽ തന്നെ വായിക്കുന്നത് അവൻ കോപം കൊണ്ട് നിറയുകയാണ്. ദൈവപ്രസാദം അനുഭവിക്കാൻ കഴിയാതെ യഥാർത്ഥമായ വീണ്ടും ജനനം പ്രാപിച്ചിട്ടില്ലാത്ത ഒരു വ്യക്തി ഇനി എത്ര ആരാധനയ്ക്ക് പോയെന്ന് പറഞ്ഞാലും അത് കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോഴും വന്ന് വണ്ടിയിലോട്ട് കയറുമ്പം, ആ കാറിലോട്ട് കയറുമ്പം നിസ്സാര കാര്യത്തിന് ചിലപ്പോൾ കോപം, എടുത്ത് ചാടി, ചിലപ്പം കുഞ്ഞുങ്ങളെ വഴക്ക് പറഞ്ഞ് ബഹളം ഉണ്ടാക്കി. നമ്മൾ ചിലപ്പോൾ ഓർക്കും, ദൈവമേ ആരാധന കഴിഞ്ഞതാണോ, ദൈവസന്നിധിയിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വന്നാണ്. എത്ര സ്വസ്ഥമായിട്ടും എത്ര സമാധാനമായിട്ടും അവിടെ നിന്ന് അല്ല ദൈവസന്നിധിയിൽ നിന്ന് എന്തെല്ലാം പ്രാപിച്ച് ഇങ്ങോട്ട് വന്ന് അവിടെ നിന്ന് പ്രാപിക്കുന്ന ഒത്തിരി കറക്ഷൻസ് ഉണ്ടല്ലോ, അതൊക്കെ ആയിട്ട് വളരെ സമാധാനമായിട്ട് പോകേണ്ടതല്ലേ. അതിന് പകരം മുഴുവൻ ആട്ടിച്ചോട്ടച്ച് ബഹളം വെച്ച് ഹൗ ആർ വി? കുടുംബ പ്രാർത്ഥന കഴിയുന്ന ഒട്ടനെ വീട്ടിനകത്ത് ബഹളം ഉണ്ടാവുന്നവരുണ്ടോ? മിക്കയിടങ്ങളിലും കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പം തന്നെ പിള്ളേരെ വടിയെടുത്ത് അടിക്കേണ്ടുന്ന ഒരു സാഹചര്യം വരുന്നുണ്ടോ? അവിടെ തന്നെ അവർ ബേസ്റ്റിംഗ് ഓഫ് ആങ്കർ is that happening? Hallelujah. These are some practical things which I'm telling you. I'm not telling you, I'm asking myself, how am I? So when I come out from the presence of God or from my prayer closet, how am I behaving myself? അത് തന്നെ ദൈവപ്രസാദം പ്രാപിച്ചാണോ നാം ഇറങ്ങി വരുന്നതെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് ഇടയാക്കും. സ്തോത്രം. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ നമുക്ക് ദൈവപ്രസാദമുള്ള മനുഷ്യരായി ഈ ഭൂമിയിൽ ജീവിക്കാം. പുതിയ നിയമത്തിന്റെ ആദ്യത്തെ താളുകളിൽ ആവർത്തിച്ച് കാണുന്ന ഒരു വാക്കാണ് ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. അവർക്കുള്ള ഒരു സമാധാനവും സ്വസ്ഥതയും, there is a special peace which will reign over in such people's lives. അത്തരമുള്ള വ്യക്തി ജീവിതത്തിൻ്റെ മേൽ വാഴുന്ന ഒരു സമാധാനമുണ്ട്. അവരുടെ കുടുംബത്തിൽ വാഴുന്ന ഒരു സമാധാനമുണ്ട്. അവരുടെ ദൈവസഭയിൽ വാഴുന്ന ഒരു സമാധാനമുണ്ട്. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ ആ ഒരു സെൽഫ് വില്ലിനകത്ത് നിന്ന് ഒരു റോങ് സാക്രിഫൈസ് കൊണ്ടുവന്ന് അങ്ങതിനെ റിജക്റ്റ് ചെയ്ത് ഞങ്ങൾ കോപമുള്ളവരായി, മുഖം വാടിയവരായി,
ദൈവത്തിൽ നിന്നുള്ള ആ ഒരു അനുഗ്രഹം പ്രാപിക്കുന്നതിന് പകരം ഗോഡ് ഈസ് വാർണിംഗ് കെയിൻ ഇൻസ്റ്റെഡ് ഓഫ് ബ്ലെസ്സിങ്. പക്ഷേ ആ വാർണിംഗ് പോലും വകവയ്ക്കാതെ വീണ്ടും കോപത്തിനും അസൂയയ്ക്കും ബിറ്റർനെസ്സിനും ഒക്കെ വിട്ടുകൊടുത്ത് അവസാനം ഒരു കുലപാതകത്തിൽ ചെന്ന് തീരുന്ന ഒരനുഭവം ഉണ്ടാകാതെ വണ്ണം ദൈവം ചോദിക്കുന്നു, നിന്റെ സഹോദരനായ ഹാബേൽ എവിടെ? അവൻ ചോദിക്കുകയാണ്, Am I the keeper of my brother? Yes, Cain, you are. നീ നിന്റെ അനുജന്റെ കാവൽക്കാരനാ. നിന്റെ കയ്യിൽ കാക്കാൻ തന്നതിനെ കൊല്ലാൻ നിന്നിലുള്ള പാപം ഇടയാക്കാതിരിക്കട്ടെ. നമ്മുടെ കയ്യിലൊക്കെ കാക്കാൻ തന്ന സന്തതികളുണ്ട്. നമ്മുടെ ജീവിതം കൊണ്ട് അവരെ മരണത്തിലേക്ക് തള്ളിയിടാൻ, പ്രത്യേകിച്ച് ആത്മീയ മരണത്തിലേക്ക്, നിത്യമരണത്തിലേക്ക് തള്ളിയിടാൻ മാതാവും പിതാവും മുഖാന്തരം ഇടയാകാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവപ്രസാദമുള്ള ദൈവിക സമാധാനം ചുമക്കുന്ന ഒരു പിതാവാകാൻ, ഒരു മാതാവാകാൻ, ദൈവസഭയിലെ വ്യക്തിജീവിതങ്ങളാവാൻ ഹല്ലേലൂയ ദൈവം നമ്മെ ഇടയാക്കട്ടെ. നമ്മളെ കാക്കാൻ ഏൽപ്പിച്ചതിനെ കൊല്ലാതെ വണ്ണം ദൈവം നമ്മളെ സൂക്ഷിക്കുമാറാകട്ടെ. അതിനായി ഈ വചനങ്ങൾ നമുക്ക് സഹായമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.